ഇപ്പോൾ ബ്രിഗേഡിയർ വേണു നായർ കൂടി ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്. ശ്രീ വേണു നായർ, ഇതാ ഈ അമേരിക്കയുടെ നേതൃത്വത്തിൽ, അതായത് ഈ നേരത്തെ പാനലിസ്റ്റുകൾ പറഞ്ഞതുപോലെ എവിടെ എന്ത് നടന്നാലും അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുക എന്ന ഒരു രീതിയുണ്ട് ഡൊണാൾഡ് ട്രംപിന്. അതാണ് ഇന്ത്യയിലും പാകിസ്ഥാനും തമ്മിലുണ്ടായ സംഘർഷ സമയത്തടക്കം കണ്ടത്. ഇന്ത്യ ഇപ്പോഴും അഡ്മിറ്റ് ചെയ്യാത്ത ഒന്നിൽ ആണ് അവകാശവാദം തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. അതെന്തുമാകട്ടെ, ഇപ്പോൾ നടക്കുന്ന ഏറ്റവും ഒടുവിലത്തെ ഡെവലപ്മെൻറ്റ് അനുസരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പറയുകയാണ് ഇസ്രായേൽ ഇനി ഇറാനെ ആക്രമിക്കരുത്, പൈലറ്റുമാരെ അടക്കം തിരിച്ചു വിളിക്കൂ എന്ന്. അപ്പോൾ ധാരണയിലേക്കെത്തി വെടിനിർത്തൽ കരാറായി എന്ന് പറഞ്ഞ ട്രംപിന് തന്നെയാണ് ഇത് പറയേണ്ടി വരുന്നത് എന്ന് പറയുമ്പോൾ ട്രംപിൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നില്ല ഇറാൻ എന്നും ഇസ്രായേൽ എന്നുമാണോ മനസ്സിലാക്കേണ്ടത്? അതിനപ്പുറത്ത് ഈ പറയുന്നത് പോലെ ഇതെല്ലാം ഒരു തരം ഡ്രാമയുടെ ഭാഗമായി എല്ലാവരും ചേർന്ന് നടക്കുന്ന നീക്കങ്ങൾ, അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? എല്ലാവർക്കും ജയ് ഹിന്ദ്. ജിയോ സ്ട്രാറ്റജിക്കലായിട്ട് വളരെ പല ഇഷ്യൂസിനെ പറ്റി ഇപ്പോൾ പല പ്രപ്പോസലും ഉണ്ടായി. പക്ഷേ എനിക്ക് കുറച്ച് വ്യത്യസ്തമായ അഭിപ്രായമാണ് ഇതിനെപ്പറ്റി ഉള്ളത്. ഇപ്പോൾ നടക്കുന്ന യുദ്ധം, ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഈ യുദ്ധം, ഇതിൽ US ഇടപെട്ടു, എന്തിനിടപെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇതിൻ്റെ സെൻട്രാലിറ്റി എന്ന് പറയുന്നത് ഇസ്രായേൽ ഒരു ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ് ആയിട്ട് മാറുന്നു, അതിനെ തടയണം എന്നുള്ളതാണ്. അവരങ്ങനെ അല്ല ചെയ്തിരുന്നത്, അതിനോട് ആണെന്നുള്ളതിനുള്ള പല എവിഡൻസസും ഉണ്ട്. അതുകൊണ്ട് ഈ ഫ്രിൽസ് പോലെ അങ്ങനെ കൃത്യമായ എവിഡൻസുകൾ ഇല്ല എന്നാണ് പറയുന്നത്. ഇതൊരു ഡ്രാമ അല്ല. ഞാൻ പറയാം. ഇപ്പം ഇറാനിൻ്റെ അകത്തേക്ക് ആർക്കും പോകാൻ പറ്റുന്നില്ല. പക്ഷേ ഈ ഫോർഡോ, നെറ്റാൻസ് ആൻഡ് ദാറ്റ് തേർഡ് പ്ലേസ് എല്ലാം ഇതിനുള്ള ന്യൂക്ലിയർ എൻറിച്ചിങ് ഫെസിലിറ്റീസ് ആണ് എന്നുള്ളതിന് ആർക്കും സംശയമൊന്നുമില്ല. ആൻഡ് എല്ലാവർക്കും വിശ്വസിക്കാവുന്ന തരത്തിൽ ഒരു 400 കിലോഗ്രാം അറ്റ്ലീസ്റ്റ് 60% വരെ എൻറിച്ച് ആയിട്ടുള്ള ന്യൂക്ലിയർ ഫ്യൂവൽ അവരുടെ കയ്യിലുണ്ട്. IAEA ഒരു പറയുന്നത് ഈ അവരുടെ ഏതോ ഒരു ഇൻസ്പെക്ഷനിൽ ഒരു ടൈമിൽ ഏതാണ്ട് 83% വരെ ഉള്ള ഒരു എലിമെൻറ്റിനെ പറ്റി അവർക്ക് കണ്ടെടുക്കാൻ പറ്റിയെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവർ ഈ 60% മുതൽ ഇന്ന് ഒരു 90% ആണ് വെപ്പൺ ഗ്രേഡ് ആകുന്നത്. അതിലേക്ക് എത്താൻ വലിയ സമയമൊന്നും വേണ്ടിയില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇതെല്ലാവരും പറയുന്നതുമാണ്. ആൻഡ് ഫോർഡോ എന്നുള്ള ഈ അണ്ടർഗ്രൗണ്ട് ഒരു 200-300 അടി താഴത്തുള്ള ഈ ഒരു ഫെസിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം ഇവർ പറഞ്ഞിട്ടില്ല. ഇത് ബൈ ചാൻസ് ഇങ്ങനെ കണ്ടുപിടിക്കപ്പെട്ടതാണ് 2009 ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതൊരു മേക്ക് ബിലീവ് കാര്യം എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. പിന്നെ ഞങ്ങൾ ഇറാൻ്റെ ഒരു പബ്ലിക്കിൻ്റെയും ഇറാൻ്റെ ഈ അലി ഖൊമീനിയുടെയൊക്കെ പറയുന്നത് ഡെത്ത് ഫോർ USA ആൻഡ് ഡെത്ത് ഫോർ ജൂസ് ഇസ്രായേൽ എന്നാണ് പറയുന്നത്. അവർക്കാണ് അതിൻ്റെ വിശ്വാസം. പിന്നെ ഈ ഖൊമീനിയസും ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡുണ്ട്. അവരെ ഒരു സൂപ്പർ മിലിറ്ററി ആയിട്ട് അങ്ങനെ ഒരു ആൻറ്റി സെമിറ്റിസം നടത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ അവരുടെ പ്രഖ്യാപിത നയമാണ് ഇസ്രായേലിനെ ഈ ഭൂമിയുടെ മാപ്പിൽ നിന്നും മാറ്റണം എന്നുള്ളത്. അപ്പോൾ ഇത് ആ ഒരു ഗൗരവത്തിൽ തന്നെ നമ്മൾ എടുക്കണം. ഇവരൊരു ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കേണ്ട അടുത്ത് തന്നെ എത്തിയിരുന്ന ഒരു സമയത്താണ് അവർ ചെയ്തത്. അത് തുടക്കത്തിൽ തന്നെ ഇവരുടെ ഫോർഡോ സെൻറ്റർ തകർക്കണമെങ്കിൽ B-2 വിമാനം വേണം, അതിന് ഈ പ്രത്യേക ബങ്കർ ബസ്റ്റേഴ്സ് വേണം, MOPs വേണം എന്നൊക്കെ ഉള്ളത് എല്ലാവരും നമ്മൾ പല ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അത് കുറച്ച് താമസിച്ചാണെങ്കിലും ഈ 23rd അമേരിക്ക വന്നു. അമേരിക്കയിലേക്ക് വരേണ്ട കാര്യമില്ലല്ലോ. അതങ്ങനെ ഒരു ഈ കൃത്യസമായിട്ട് അവർ ഈ 14 ബോംബുകളാണ് ഇട്ടത്. അത് ശരിക്കും പിന്നെ അതിന്റെ ഡാമേജ് അവിടെയാണ് നേരത്തെ മോഹൻ വർഗീസിനെ പോലെയുള്ളവർ സൂചിപ്പിച്ചത്. അതായത് ഇതെല്ലാം ഇറാനെ അറിയിച്ച് അവിടെ നിന്ന് യുറേനിയം അടക്കം നീക്കാനുള്ള അവസരവും നൽകിക്കഴിഞ്ഞാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയത് എന്നാണ് നേരത്തെ അഭിപ്രായപ്പെട്ടത്. അത് നമുക്ക് എക്സാമിൻ ചെയ്യാം. ഇപ്പോൾ ഈ ഇറാൻ അവരുടെ മിസൈൽ ആക്രമണം നടത്തുന്നതിന് മുമ്പ് അവർ ഒരു വേ ഔട്ട് വേണം എന്നുള്ള നിലയിലാണ്. അപ്പോൾ സുലൈമാനിയെ കൊന്ന ആ സമയത്ത് ഓർക്കുന്നുണ്ടല്ലോ നമ്മൾ,
അവർ പറഞ്ഞു ഞങ്ങളിത് ഇപ്പോൾ ഡ്രോൺ ആക്രമണം ചെയ്യാൻ പോവാണെന്ന് ഇസ്രായേലിനെ അറിയിച്ചിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു 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 സ്വതന്ത്ര രാഷ്ട്രമായ വളരെ അഭിമാനമുള്ള പേർഷ്യ എന്ന പണ്ടായിരുന്ന ഒരു രാഷ്ട്രമാണ് ഇറാൻ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു 36 വർഷമായിട്ട് ഒരു ആരാണ് അതിനെ ഭരിക്കുന്നതെന്ന് നമുക്കറിയാം, അത് സുപ്രീം ലീഡറാണ്. അപ്പോൾ അവർക്കൊക്കെ അവരുടെ ജനതയുടെ മുകളിൽ ഒരു പിടിയുണ്ട്. അതുകൊണ്ട് അവരെ നാണം കെടുത്തുന്ന രീതിയിൽ അമേരിക്ക ഇങ്ങനെ ആക്രമിക്കുമ്പോൾ അവർക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്യും. ആ പ്രദേശത്തുള്ള ഓരോ അമേരിക്കക്കാരനും ഞങ്ങളുടെ ശത്രുവാണെന്ന് അവർ പറഞ്ഞതാണ്. അപ്പോൾ അത് പബ്ലിക്കിനെ വിശ്വസിപ്പിക്കേണ്ട കാര്യമുണ്ടല്ലോ. അതിനുകൊണ്ടാണ് അവിടെയുള്ള ഏതെങ്കിലും ഒരു കുറച്ച് സൈനിക അമേരിക്കയുടെ സൈനിക എലിമെന്റ്സിനെ അതായിരിക്കാം ഒരുപക്ഷെ JD വാൻസ് അഭിമുഖത്തിൽ പറഞ്ഞത്, ഞങ്ങൾ ഇറാനുമായിട്ടല്ല, ഇറാന്റെ ആണവ പദ്ധതിക്കെതിരെയാണ് യുദ്ധം എന്ന് JD വാൻസ് ഇന്ന് പറഞ്ഞിട്ടുണ്ട്.